നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗെയിൽ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ചെറുത്തുനിൽപ്പ് വിജയത്തിലേക്ക്. ഭൂമിക്ക് കൃത്യമായ വില മേടിച്ചു നൽകാമെന്ന് ഗെയിൽ ഉന്നതാധികാരികൾ. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഈസ്റ്റ് എളേരി പഞ്ചായത്ത് സെക്രട്ടറിയെ ബന്ദിയാക്കി. സംഭവത്തെ തുടർന്ന് പാർട്ടി പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. ചെറുവത്തൂർ വിജയ ബാങ്ക് കൊള്ളയടിച്ചത് 7 പേർ ചേർന്ന്. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു. ഏഴോം പട്ടുവം നിവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിയുന്നു. കോട്ടക്കൽ പട്ടുവം കടവ് പാലം നിർമ്മാണം ഡിസംബർ മാസത്തോടെ പൂർത്തിയാകും. ഡിവൈഎഫ്ഐ കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച യുവതി ശില്പശാല ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വെങ്ങര ചെമ്പല്ലിക്കുണ്ട് റോഡ് ചെളിക്കുളമായി, യാത്രക്കാർ ദുരിതത്തിൽ. കരിവള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഉറൂബ് അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഗെയിൽ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ചെറുത്തുനിൽപ്പ് വിജയത്തിലേക്ക്. ഭൂമിക്ക് കൃത്യമായ വില മേടിച്ചു നൽകാമെന്ന് ഗെയിൽ ഉന്നതാധികാരികൾ സമരസമിതി നേതാക്കൾക്ക് ഉറപ്പു നൽകി. ഗെയിൽ മഹസർ തയ്യാറാക്കുന്നതിനെതിരെ ഏറ്റുകുടുക്കിയിൽ നടന്ന സമരം തിങ്കളാഴ്ചയും തുടർന്നു. തിങ്കളാഴ്ച ഏറ്റുകുടുക്ക UP സ്കൂളിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം മഹസർ തയ്യാറാക്കുന്ന സ്ഥലത്ത് സമാപിച്ചു. ഗെയിൽ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കർഷകന് എന്ത് വില കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു ധാരണയുമില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ P ശശിധരൻ അഭിപ്രായപ്പെട്ടു. സർക്കാർ ഇതിനു മുമ്പേ ഒരു കാര്യം തീരുമാനിച്ചതായി മനസ്സിലാക്കുന്നു. അത് മറ്റൊന്നുമല്ല, ആധാര വിലയുടെ 50% നിങ്ങൾക്ക് തരുമെന്നാണ്. ആധാര വിലയുടെ 50% എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തെല്ലാം 3000 ഉറുപ്പികയും അല്ലെങ്കിൽ 2000 ഉറുപ്പിയും 3000 ഉറുപ്പിയാണ് ആധാര വില. ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വിലയുടെ 50% എന്ന് പറയുന്നത് തന്നെ കർഷകരെ വഞ്ചിക്കലാണെന്നും P ശശിധരൻ കൂട്ടിച്ചേർത്തു. AV സുനിൽകുമാർ സംസാരിച്ചു. തുടർന്ന് ഗെയിൽ അധികൃതർക്ക് ചുറ്റുമിരുന്ന് മുദ്രാവാക്യം വിളിച്ച ഭൂവുടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എന്നാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള മതിയായ സൗകര്യം പോലീസ് കരുതിയിരുന്നില്ല. ബാക്കി വന്ന പ്രവർത്തകർ തുടർന്നും സമരം നടത്തി. ഇവരുമായി ഗെയിൽ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ സ്ഥലത്തിന് കൃത്യമായ വില നൽകിയതിനു ശേഷം മാത്രമേ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനത്തിന് പ്രവേശിക്കൂ എന്ന് ഗെയിൽ പ്രതിനിധികൾ സമരസമിതി നേതാക്കൾക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം തൽക്കാലം അവസാനിപ്പിച്ചു. ഭൂമിക്ക് മതിയായ വില രേഖപ്പെടുത്തുന്ന സർക്കുലർ തിരുവനന്തപുരത്തു നിന്നും വരുത്താമെന്ന ധാരണയിൽ സമരം അവസാനിച്ചു. സർക്കുലർ കിട്ടാത്ത പക്ഷം ചൊവ്വാഴ്ചയും സമരം തുടരും. സ്ത്രീകളടക്കം നിരവധി പേരാണ് പ്രവൃത്തി തടസ്സപ്പെടുത്താനെത്തിയത്. സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥയും നിലനിന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഈസ്റ്റ് എളേരി പഞ്ചായത്ത് സെക്രട്ടറിയെ ബന്ദിയാക്കി. പോലീസും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രശ്നം പരിഹരിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നത് ബന്ധപ്പെട്ടാണ് പ്രശ്നം. ഒരു വിഭാഗത്തിന്റെ പ്രതികരണം ഇങ്ങനെ: 50ഓളം ആളുകളുടെ പേര് നീക്കം ചെയ്യുന്നതിനായി പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. തിരക്കായതിനാൽ റെസീറ്റ് വാങ്ങിയില്ലെന്നും പിന്നീട് വന്ന് അന്വേഷിച്ചപ്പോൾ പ്രസ്തുത ഫോറങ്ങൾ ഓഫീസിൽ കാണുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ട ഫോറങ്ങൾ വീണ്ടും സ്വീകരിക്കുമെന്നും സമ്മതിച്ചതായി ഇവർ പറയുന്നുവെങ്കിലും 5 മണിക്ക് ശേഷം എത്തിയതിനാൽ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് സെക്രട്ടറി പറയുന്നു. ഇതേ തുടർന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ സെക്രട്ടറിയെ ബന്ദിയാക്കുകയും ചെയ്തു. തുടർന്ന് വെള്ളരിക്കുണ്ട് CI, ചിറ്റാരിക്കൽ SI MP വിനീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ 6 മണിക്ക് ശേഷം ലഭിച്ച അപേക്ഷകളുടെ എണ്ണം രേഖപ്പെടുത്തി നൽകുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട്
കോൺഗ്രസ്, DDF, CPM നേതാക്കൾ തമ്മിൽ അല്പനേരം വാക്കേറ്റവുമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ചെറുവത്തൂർ വിജയ ബാങ്ക് കൊള്ളയടിച്ചത് 7 പേർ ചേർന്ന്. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു. ആ ദിവസം വൈകുന്നേരം തന്നെ ഒരു പ്രത്യേക അന്വേഷണ ടീം ഉണ്ടാക്കി. DYSP ഹോസ്ദൂർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം CI അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടും കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലാതെ 20ഓളം പേർ ഉൾപ്പെടുത്തിക്കൊണ്ട്, കണ്ണൂരിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 21 പേരുടെ ഒരു പ്രത്യേക സംഘം ആക്കി അന്വേഷണം ഊർജിതമാക്കി. ആദ്യം ഈ ശാസ്ത്രീയ എവിഡൻസ്, കുറച്ച് ടെക്നിക്കൽ എവിഡൻസ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഇയാൾ ഇസ്മായിൽ എന്ന് പരിചയപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. ആളിനെ കുറിച്ചിട്ട് ഒരു തെരച്ചിൽ തുടങ്ങി. തെരച്ചിൽ തുടർത്തിട്ട് നമ്മൾ ആളിനെ എത്തിയിട്ട് പിന്നെ ഒരു ശാസ്ത്രീയമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നു. ഈ കേസിന്റെ ഒരു പ്രത്യേകത വളരെ ധൈര്യമായിട്ട് പറയാം, ഒരു മൂന്നാമറ, ഒരു 3rd ഡിഗ്രി ടോർച്ചർ ഇല്ലാതെ ശാസ്ത്രീയമായ ഒരു ഇൻട്രോഗേഷൻ, സയന്റിഫിക് ഇൻട്രോഗേഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ കേസ് തള്ളിക്കാൻ സാധിച്ചു. ചെറുവത്തൂർ വിജയ ബാങ്കിൽ നിന്ന് 4.95 കോടിയുടെ സ്വർണവും 2.25 ലക്ഷം രൂപയും കൊള്ളയടിച്ചത് 7 പേർ ചേർന്ന്. മുഖ്യപ്രതികൾ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘം നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെടുത്തിട്ടുമുണ്ട്. ചെർക്കള ബേർക്കയിലെ പൊട്ടക്കിണറിൽ നിന്നും കാസർഗോഡ് ചേരൂർ കടവത്തെ വീട്ടിൽ നിന്നുമാണ് സ്വർണം കണ്ടെടുത്തതെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെർക്കള തൈവളപ്പിലെ അബ്ദുൾ ലത്തീഫ്, കുടക് കുശാൽ നഗറിലെ സുലൈമാൻ, ഇടുക്കി എണ്ണക്കുളത്തെ രാജേഷ് മുരളി, കാഞ്ഞങ്ങാട് ആവയിലെ മുബഷീർ, ചെർക്കളയിലെ മനാഫ്, കുടകിലെ അബ്ദുൽ ഖാദർ, അബ്ദുൽ അഷ്റഫ് എന്നിവരാണ് പ്രതികൾ. കാഞ്ഞങ്ങാട് രാജധാനി ജ്വല്ലറിയിൽ നിന്ന് 5 വർഷം മുൻപ് 3 കോടി സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതിയാണ് അബ്ദുൽ ലത്തീഫ്. ഈ കേസിൽ പിടിക്കപ്പെട്ടെങ്കിലും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും തുടരന്വേഷണം വഴിമുട്ടിയതിനാൽ ശിക്ഷിക്കപ്പെട്ടില്ല. ബാങ്ക് കൊള്ളയടിക്കാനായി താഴത്തെ മുറി വാടകയ്ക്കെടുക്കുകയും ഇസ്മായിൽ എന്ന പേരിൽ നാട്ടിൽ സുപരിചിതനാവുകയും ചെയ്ത ആളാണ് സുലൈമാൻ. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് മേൽക്കൂര തുറന്നത് രാജേഷ് മുരളിയാണ്. ഇവരാണ് കേസിലെ 1ഉം 2ഉം 3ഉം പ്രതികൾ. കാഞ്ഞങ്ങാട്ട് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് മുബഷീർ. ഇയാളുടെ ഓട്ടോറിക്ഷയിലാണ് പ്രതികൾ ചെറുവത്തൂരിലേക്ക് വന്നും പോയിക്കൊണ്ടുവരുന്നത്. ഇയാൾ 4ാം പ്രതിയായും അഷ്റഫും മനാഫും അബ്ദുൽ ഖാദറും 5ഉം 6ഉം 7ഉം പ്രതികളുമാണ്. പ്രതികളെ ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് രാജീവൻ വാവച്ചാൽ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. രാജേഷ് മുരളി കസ്റ്റഡിയിലാണ്. അബ്ദുൽ ഖാദറും അബ്ദുൽ അഷ്റഫും വലയിലാണെന്നും പോലീസ് വ്യക്തമാക്കി. കവർച്ച നടത്താൻ ശ്രമിക്കവേ ബാങ്കിന്റെ അലാറം അടിച്ചു. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നീട് അലാറം സ്പീക്കർ അടർത്തി മാറ്റി. സ്ട്രോങ് മുറിയിലെത്തി താക്കോൽ കിട്ടിയെങ്കിലും അതുകൊണ്ട് തുറക്കാനായില്ല. താക്കോൽ കൈക്കലാക്കി തിരിച്ചിറങ്ങി. ഞായറാഴ്ച വീണ്ടും കയറി തുറന്ന് സ്വർണം കൈക്കലാക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്രൻ നായിക്, അന്വേഷണ ടീമിലെ ഇൻസ്പെക്ടർമാരായ KE പ്രേമചന്ദ്രൻ, CK സുനിൽകുമാർ, സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു. അത് ഞങ്ങൾക്ക് ആദ്യം അദ്ദേഹത്തിനെ ഞങ്ങൾ ചോദ്യം ചെയ്തു. ആ ബിൽഡിങ്ങിന്റെ ഉടമ, പിന്നെ ഈ പുറത്തുനിന്ന് വന്ന ഒരാൾ, വാടക എടുത്ത ആളിന് പരിചയപ്പെടുത്ത ഒരാളിനെ. ഏഴോം പട്ടുവം നിവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിയുന്നു. കോട്ടക്കൽ പട്ടുവം കടവ് പാലം നിർമ്മാണം ഡിസംബർ മാസത്തോടെ പൂർത്തിയാകും. 33 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത്. ഏഴോം പട്ടുവം പഞ്ചായത്ത് നിവാസികൾക്ക് പുതുവർഷ സമ്മാനമാകും കോട്ടക്കൽ കടവ് പട്ടുവം പാലം. ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തിയാകുന്ന പാലത്തിന് 325 മീറ്റർ നീളമാണുള്ളത്. 10 സ്പാനുകളുള്ള പാലത്തിന്റെ 6 സ്പാനുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. പാലം നിർമ്മാണത്തോടൊപ്പം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും പൂർത്തിയാകും. പാലം പൂർത്തിയാകുന്നതോടെ പഴയങ്ങാടി ഭാഗത്തുള്ള ജനങ്ങൾക്ക് എളുപ്പത്തിൽ തളിപ്പറമ്പിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തളിപ്പറമ്പ് നിവാസികൾക്ക് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ, ഏഴിമല ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ഏറെക്കാലം കടത്തുവള്ളത്തെ ആശ്രയിച്ചായിരുന്നു പ്രദേശത്തുകാർ സഞ്ചരിച്ചിരുന്നത്. സ്ഥലം MLA TV രാജേഷ്, PK ശ്രീമതി ടീച്ചർ MP എന്നിവരുടെ ഇടപെടലാണ് ജനങ്ങളുടെ പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഏഴോം പട്ടുവം പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല അഭിലാഷമാണ് പൂവണിയാൻ പോകുന്നത് എന്ന് നാട്ടുകാർ പറഞ്ഞു. ആ പാലം പ്രാവർത്തികമാവുന്നതോടുകൂടി നമുക്ക് നമ്മുടെ എത്രയോ കാലത്തെ ഒരു ചിരകാല അഭിലാഷമാണ് നമ്മൾ പൂവണിയിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്രോച്ച് റോഡ് പൂർണ്ണമായും നമുക്ക് ജനങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ ആ പ്രദേശങ്ങളിലടക്കം അതിൻ്റെ വികസനം സാധ്യമാവുന്ന നിലയിലേക്ക് അതിൻ്റെ പാലത്തിൻ്റെ പണി വളരെ ത്വരിതഗതിയിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ബൈപ്പാസ് റോഡിന്റെ വീതികൂട്ടൽ നടപടികൾ ആരംഭിച്ചു. റോഡിൽ അപകടങ്ങൾ പെരുകിയ സാഹചര്യത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിലാണ് നടപടി. ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ പെരുകി വരുന്ന സാഹചര്യത്തിലാണ് റോഡിന് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി നഗരസഭാ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. റോഡിന്റെ വീതിക്കുറവും മറ്റും കാരണം
ഈ റോഡിൽ അടുത്ത കാലത്ത് അപകട മരണങ്ങൾ തുടർക്കഥയായിരുന്നു. കൂടാതെ അടുത്തടുത്ത് വളവുകൾ ഉണ്ടാകുന്നതും യാത്രക്കാർക്ക് ദുരിതം വിതച്ചിരുന്നു. മടത്തമ്പടി ക്ഷേത്രത്തിനോട് ചേർന്ന് അപകടങ്ങൾ പതിവായ സ്ഥലത്തെ മതിലുകൾ പൊളിച്ചുമാറ്റുന്ന നടപടിക്ക് തിങ്കളാഴ്ച തുടക്കമായി. റോഡരികിലെ മരങ്ങൾ മുറിച്ചു മാറ്റാനും ധാരണയായിട്ടുണ്ട്. നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് റോഡിനോട് ചേർന്ന സ്ഥലം ഉടമ റോഡിനായി വിട്ടു നൽകുകയും ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പുതിയ കെട്ടിടമായി. ടി.വി. രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സഹകരണ മേഖല മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജ് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അതോടൊപ്പം ഇന്ന് ആരോഗ്യ മേഖലയിൽ കടുത്ത അനാരോഗ്യകരമായ പ്രവണതകൾ ശക്തിപ്പെടുകയാണ്. പലപ്പോഴും നമ്മളിൽ പലരും അതിന് ഇരയാകേണ്ടി വരുന്നുണ്ട്. PMECS സെക്രട്ടറി P. ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് K. അശോകൻ അധ്യക്ഷനായി. നിക്ഷേപ സമാഹരണവും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും MCRB പ്രസിഡന്റ് PP. ദാമോദരൻ നിർവഹിച്ചു. മിനി കഫറ്റീരിയ ഉദ്ഘാടനം KCHC MD K. രവിയും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുധാകരൻ നിർവഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബാലചന്ദ്രൻ, PMCEU പ്രസിഡന്റ് K. പത്മനാഭൻ, ഡോക്ടർ സരിൻ SM തുടങ്ങിയവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഡിവൈഎഫ്ഐ കാങ്കോൾ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവതി ശില്പശാല സംഘടിപ്പിച്ചു. EMS മന്ദിരത്തിൽ നടന്ന ശില്പശാല ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം PP. ദിവ്യ ഉദ്ഘാടനം ചെയ്തു. യുവതികൾക്ക് സമൂഹത്തിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഡിവൈഎഫ്ഐ കാങ്കോൾ വെസ്റ്റ് മേഖലാ കമ്മിറ്റി യുവതി ശില്പശാല സംഘടിപ്പിച്ചത്. വിവാഹം കഴിയുന്നതോടെ സിനിമാ നടിമാർ അഭിനയം നിർത്തുന്നത് പോലെയാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്ന യുവതികൾ വിവാഹം കഴിയുന്നതോടെ അത് നിർത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PP. ദിവ്യ അഭിപ്രായപ്പെട്ടു. ആ 25,000 യൂണിറ്റിന്റെയും ഭാരവാഹികളിൽ ഒരാൾ യുവതികളായിരിക്കണം എന്ന തീരുമാനം എടുക്കുകയുണ്ടായി. ആ തീരുമാനം 100% നടപ്പിലാക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ലെങ്കിലും പല മേഖലാ കമ്മിറ്റികളും വളരെ ആവേശത്തോടുകൂടി ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ചടങ്ങിൽ AV. റീന അധ്യക്ഷയായി. യുവതികളും വ്യക്തിത്വ വികസനവും എന്ന വിഷയത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ സെക്രട്ടറി PP. ഹംസക്കുട്ടി ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെങ്ങര ചെമ്പല്ലിക്കുണ്ട് റോഡ് ചെളിക്കുളമായി. യാത്രക്കാർ ദുരിതത്തിൽ. റോഡരികിൽ ഓവുചാൽ നിർമ്മിക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. വെങ്ങര ചെമ്പല്ലിക്കുണ്ട് റോഡ് അറ്റകുറ്റപ്പണി നടത്തി 3 മാസം കഴിയുമ്പോഴേക്കും ചെളിക്കുളമായി മാറി. റോഡിലെ ചെളിക്കുഴിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണിവിടെ. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴിയുടെ ആഴം മനസ്സിലാകാത്തതിനാൽ മിക്ക വാഹനങ്ങളും അപകടത്തിൽപ്പെടുകയാണ്. വെങ്ങരയിൽ നിന്നും പയ്യന്നൂരിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡരികിൽ ഓവുചാൽ നിർമ്മിക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴി ദിവസേന കടന്നു പോകുന്നുണ്ട്. റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവെള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഉറൂബിനെ അനുസ്മരിച്ചു. ഡോക്ടർ അനിൽ ചലമ്പ്ര അനുസ്മരണ പ്രഭാഷണം നടത്തി. 2015 ഉറൂബ് ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ഉറൂബ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അറിവല്ല തിരിച്ചറിവാണ് പ്രധാനമെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ അനിൽ ചേലാമ്പ്ര അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ സെക്രട്ടറിയായിട്ട് കുറച്ചാലുണ്ടായിരുന്ന ക്ലബ്ബുണ്ട്, ഒരു വായനശാല. അതിന്റെ പേര് തീപ്പൊരി തിയേറ്റേഴ്സ് ആൻഡ് വായനശാല. തീപ്പൊരി. അപ്പൊ അതിന്റെ ഒരു വാർഷികത്തിൽ ഇതുപോലെ അതിന്റെ സെക്രട്ടറി എനിക്ക് അതിന്റെ ഒരു ചരിത്രം എഴുതി വായിക്കേണ്ട ഒരു ബാധ്യത എനിക്ക് തോന്നുന്നു. ഉറുബ് സാഹിത്യം വർത്തമാനകാല വായന എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടത്തിയത്. NK വാസുദേവൻ അധ്യക്ഷനായി. തുടർന്ന് ഉറൂബ് തിരക്കഥ തയ്യാറാക്കിയ പ്രശസ്ത ചലച്ചിത്രം നീലക്കുയിലിന്റെ പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI കരിവെള്ളൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ CPI മണ്ഡലം സെക്രട്ടറി M. രാമകൃഷ്ണൻ PR പൊന്നമ്മ ടീച്ചർക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. വിലക്കയറ്റത്തിനും അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെയാണ് CPI കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാഥ പര്യടനം നടത്തി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ജനദ്രോഹ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ KV ബാബു അഭിപ്രായപ്പെട്ടു. മാണിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെയെത്തി. മാണിയുടെ
അഴിമതി കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇവിടെ വിജിലൻസിനെ ചുമതലപ്പെടുത്തി. വിജിലൻസിന്റെ DYSP സുകേശൻ അദ്ദേഹമാണെങ്കിൽ ഓരോ ദിവസവും മാണിക്കെതിരായി വരുന്ന തെളിവുകൾ ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയാണ്. നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ കരിവള്ളൂർ ബസാറിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A. പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോത്ത് പങ്ങടം പാടശേഖര വയലിൽ വ്യാപകമായ മുണ്ടോൻ കൃഷി ചെയ്യുന്നത് സാധാരണ നെൽകൃഷിയെടുക്കുന്നതിന് തടസ്സമാകുന്നതായി റിപ്പോർട്ട്. മുണ്ടോൻ കൃഷിയെടുക്കുമ്പോൾ വയലുകൾ കൃഷിയോഗ്യമല്ലാതായി തീരുന്നെന്നാണ് കൃഷിക്കാർ പറയുന്നത്. 2 വിള കൃഷിയെടുത്ത കണ്ടോത്തെ പങ്ങടം പാടശേഖരമാണിത്. ഇന്ന് കൃഷി ചെയ്യാതെ വൈക്കോലാവശ്യത്തിനായി മുണ്ടോൻ എന്ന പേരിൽ ചെയ്ത കൃഷി നെൽകൃഷിക്ക് ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. കണ്ടോത്തെ പങ്ങടം പാടശേഖരത്തിലെ കണ്ണത്താ ദൂരത്തായി പരന്നുകിടക്കുന്ന വയലുകളിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി മുണ്ടോൻ കൃഷിയാണ് ചെയ്തു വരുന്നത്. വൈക്കോലാവശ്യത്തിനായാണ് ഇവിടങ്ങളിൽ വ്യാപകമായി മുണ്ടോൻ കൃഷി ഇറക്കിയിരിക്കുന്നത്. എന്നാൽ സാധാരണ നെൽകൃഷി ചെയ്തു വരുന്നവർക്ക് ഇത് വലിയ തോതിൽ ഭീഷണി ഉണ്ടാക്കിയിരിക്കുകയാണിപ്പോൾ. മുണ്ടോൻ പാടത്ത് വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നും നെൽകൃഷിയെ ബാധിക്കുന്നുണ്ടെന്നാണ് ഈ പാടത്ത് തന്നെ വർഷങ്ങളായി വയലുകൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന KBR കണ്ണൻ പറയുന്നത്. ഞാൻ 3 മാസം കൊണ്ട് ഈ നെൽകൃഷി ഇവിടെ മുറിന്ന് നെല്ല് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് അവരെ ഇനി 3 മാസം കഴിഞ്ഞാൽ അവരെ നെൽകൃഷി എനിക്ക് 2ാം വിള എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവർ മുണ്ടോൻ കൃഷി ചെയ്യുന്നതുകൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 2ാം വിള കൃഷി ചെയ്യുമ്പോൾ അത് മുളച്ച് വരുമ്പോൾ ഈ വെള്ളം പൊളിച്ചെടുക്കാനൊരു സംവിധാനമില്ല ഇവർ ചെയ്യുന്നത്. അത് അത് മാത്രമല്ല, ഈ മുണ്ടോൻ കൃഷി എന്ന് പറയുമ്പോൾ അത് മണ്ണിനെ രാസകൃഷിയേക്കാളും കീടനാശിനി കൃഷിയേക്കാളും ദുരന്തമാണ്. മണ്ണിലെ എല്ലാ മൂലകങ്ങളും വലിച്ചെടുത്ത് വെറും പുല്ലിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് മണ്ണിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുണ്ടോൻ നെൽച്ചെടികളുള്ള വയലുകളിൽ 2ാം വിള കൃഷിയെടുക്കാൻ പറ്റാതായി തീർന്നു. 2ാം വിള കൃഷിയിൽ വിജയം കൊയ്ത പാടത്താണ് ഇപ്പോൾ താല്പര്യമുള്ള കൃഷിക്കാർക്കും തടസ്സമായി തീർന്നിട്ടുള്ളത്. മുണ്ടോൻ കൃഷി ഒഴിവാക്കി എല്ലാവരും ഒരേ കൃഷിയിൽ വന്നാൽ മാത്രമേ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം തീർക്കാൻ കഴിയുള്ളൂവെന്നാണ് കൃഷിക്കാർ ആവശ്യപ്പെടുന്നത്. KSKTU കരിവള്ളൂർ കുതിര യൂണിറ്റ് പഴയകാല പ്രവർത്തകരെ ആദരിച്ചു. സമ്മേളനം KSKTU പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. തെരുവുകുതിരി AKG വായനശാല ഗ്രന്ഥാലയം ഹാളിൽ വെച്ചാണ് ആദര സമ്മേളനം നടന്നത്. കർഷകർ ഏറെ ദുരിതമനുഭവിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് M. രാഘവൻ പറഞ്ഞു. ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ പാടത്തും പറമ്പിലും പണിയെടുത്ത് വാർദ്ധക്യകാലത്ത് സമൂഹത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ കർഷക തൊഴിലാളി ജനവിഭാഗത്തെ വാർദ്ധക്യകാലത്ത് സഹായിക്കുന്നതിനു വേണ്ടി. ചടങ്ങിൽ K. ഭാസ്കരൻ അധ്യക്ഷനായി. TV. ശശിധരൻ, P. രമേശൻ, A. ഗോവിന്ദൻ, MV. വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 15ഓളം പ്രവർത്തകരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പറവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരകർഷക സംഗമവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. TV. രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷീര സഹകരണ സംഘത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാം വളരെ വിശദമായി വിലയിരുത്തിയതിനു ശേഷമാണ് മേഖലാ യൂണിയൻ ഏറ്റവും നല്ല ആപ്കോ സംഘത്തിനുള്ള അവാർഡ് പ്രിയങ്കരനായ ശ്രീ M. കോരാട്ടൻ നേതൃത്വം കൊടുക്കുന്ന പറവൂർ ക്ഷീര സഹകരണ സംഘത്തിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ആപ്കോ സംഘത്തിനുള്ള അവാർഡും ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പാൽ സംഭരിക്കുന്ന സംഘത്തിനുള്ള അവാർഡും ലഭിച്ച പറവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രവർത്തകരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ചടങ്ങിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ അധ്യക്ഷയായി. ക്ഷീര സഹകരണ സംഘം സെക്രട്ടറി N. മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാംഗങ്ങൾക്ക് വേണ്ടി M. കോരൻ അനുമോദനം ഏറ്റുവാങ്ങി. നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പൂതപ്പാട്ട്, സംഗീത ശില്പവും അരങ്ങേറി. നെൽകൃഷിയിൽ 100 മേനി കൊയ്ത് പഴയങ്ങാടി നന്മ കാർഷിക സ്വയം സഹായ സംഘം. 2.5 ഏക്കറോളം തരിശുനിലത്താണ് ഇവർ നെൽകൃഷി നടത്തി വിജയം കൊയ്തത്. കാർഷിക രംഗത്ത് വിപ്ലവകരമായ നേട്ടമാണ് വയലപ്രയിലെ നന്മ സ്വാശ്രയ സംഘം നടത്തിവരുന്നത്. 15ഓളം യുവാക്കളുടെ കൂട്ടായ്മയിൽ 2.5 ഏക്കർ പ്രദേശത്താണ് നെൽകൃഷി നടത്തിയത്. കരയിലും കൈപ്പാട്ടിലും കൃഷിയിറക്കി. ഉമ, ഏഴോം 2 എന്നീ നെൽവിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. 1 വർഷം കൊണ്ട് കാർഷിക രംഗത്ത്
വിപ്ലവകരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നന്മയുടെ പ്രവർത്തകർ പറയുന്നു. PS ശ്രീജിത്ത്, സംഘം സെക്രട്ടറി അശോകൻ, പ്രസിഡന്റ് KV രവീന്ദ്രൻ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നന്മ കാർഷിക സംഘം നമ്മൾ രൂപീകരിച്ചിട്ട് ഒരു വർഷമായി. മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷം പൂർത്തിയാക്കുന്നത്. കൂടുതൽ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സംഘടന രൂപീകരിച്ചത്. ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളത് ആദ്യം ജൈവ പച്ചക്കറി നമ്മുടെ ഈ പ്രദേശത്ത് നല്ല എല്ലാ വയലുകളിലും ജൈവ പച്ചക്കറി എന്ന നിലയിൽ നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ 5 കിൻഡലോളം കയ്പ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ഗ്രാമം സൗത്ത് ഉദയ കലാസമിതിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഡിസംബറിൽ തുടക്കമാകും. മുന്നോടിയായി ഫണ്ട് സമാഹരണത്തിന്റെയും കോൽക്കളി പരിശീലനത്തിന്റെയും ഉദ്ഘാടനം ക്ലബ്ബ് പരിസരത്ത് നടന്നു. പയ്യന്നൂർ ഗ്രാമം സൗത്ത് ഉദയ കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ 2015 ഡിസംബർ മുതൽ 2016 ഡിസംബർ വരെ നടക്കും. സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള നാടകോത്സവം ഡിസംബർ 4 മുതൽ 6 വരെ നടക്കും. ഫണ്ട് സമാഹരണ ഉദ്ഘാടനം KV മോഹനൻ നമ്പ്യാരും MDP ഫൈസലും ചേർന്ന് നിർവഹിച്ചു. NV ബാലൻ ഫണ്ട് ഏറ്റുവാങ്ങി. തുടർന്ന് KP ബാബുരാജ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ അഭ്യസിക്കുന്ന കോൽക്കളി പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ നിർവഹിച്ചു. നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്ക്, കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് ഒക്കെ ഉള്ളതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുവാനും നമ്മുടെ മുൻ തലമുറ പാതയോരങ്ങളിൽ കൊടുത്തു വെച്ചു പോയ നന്മയുടെ പ്രകാശ കിരണങ്ങൾ അത് ഒരു ഊർജമായി കൊണ്ടു നടക്കുന്നതിനും മറുനാട്ടിലെ മലയാളികൾ വളരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. സുവർണ ജൂബിലി ജനറൽ കൺവീനർ സജിത് മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. സുവർണ ജൂബിലി ചെയർമാൻ TP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. M പ്രദീപൻ, പ്രൊഫസർ M ഗോപാലൻ, P വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് നന്മ കലാകാര കൂട്ടായ്മ സംഘടിപ്പിച്ചു. V ശങ്കരൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ KN കീപ്പേരി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന നന്മയുടെ പ്രവർത്തനങ്ങൾ തൃക്കരിപ്പൂർ ഭാഗങ്ങളിൽ വിപുലപ്പെടുത്തണമെന്ന് കലാകാര കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KN കീപ്പേരി അഭിപ്രായപ്പെട്ടു. സൂചിപ്പിച്ച പോലെ തൃക്കരിപ്പൂർ മേഖലയിൽ ഒരു മേഖലാ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിരുന്നു. ആ മേഖലാ കമ്മിറ്റി രൂപീകരിച്ച സന്ദർഭം തന്നെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കൂട്ടായ്മയിൽ V ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷനായി. ഗംഗനായിറ്റി, കണ്ണൻ ചെറുകാനം, കുമാരൻ തങ്കയം, മനോജ്, കപ്പച്ചേരി ജനാർദ്ദനൻ തുടങ്ങി വിവിധ മേഖലകളിലെ കലാകാരന്മാർ സംബന്ധിച്ചു. തുടർന്ന് മേഖലാ കമ്മിറ്റി രൂപീകരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ AV ഗിരീശൻ മാസ്റ്റർക്ക് അനുമോദനം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ രാഘവൻ കടന്നപ്പള്ളി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. 1983 SSLC ബാച്ചിന്റെ അനുമോദന സദസ്സാണ് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. പ്രാദേശിക പത്രപ്രവർത്തനത്തിൽ ഗിരീശൻ മാസ്റ്റർ തന്റേതായ ഒരിടം കണ്ടെത്തിയതായി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഘവൻ കടന്നപ്പള്ളി പറഞ്ഞു. ചടങ്ങിൽ KV രാമചന്ദ്രൻ അധ്യക്ഷനായി. K മനോജ്, സതീശൻ മാസ്റ്റർ, PC ജയസൂര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ തപാൽ സ്കൂളിലെ അംഗപരിമിതിയുള്ള വിദ്യാർത്ഥിക്ക് പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് വീൽചെയർ നൽകി. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ തപാൽ സ്കൂളിലെ അംഗപരിമിതിയുള്ള ദേവന എന്ന കുട്ടിക്ക് വീൽചെയർ നൽകി. ലയൺസ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ രാജീവൻ, രതീഷ് കുമാർ PMGF, സുരേഷ് കോമത്ത്, ജയരാജു കുട്ടമത്ത്, മനോജ്, ഹെഡ്മാസ്റ്റർ ഭരതൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലക്കാട് ജനതാ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നല്ല ഭൂമി നല്ല നാട് പഠന ക്യാമ്പും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. ആലക്കാട് ദേവീ സഹായം സ്കൂളിൽ നടന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസുകളെടുത്തു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് നല്ല ഭൂമി നല്ല നാട് പഠന ക്യാമ്പും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസ് എടുത്തു. നാം കാത്തുസൂക്ഷിക്കേണ്ട നാട്ടറിവുകൾ എന്ന വിഷയത്തിൽ TN മധുസൂദനൻ ക്ലാസ് എടുത്തു. തീരുമാനിച്ചിട്ട് പച്ചോല കൊത്തിയിട്ട് ആ ചെറുമ്പനെ
ഹോലയിൽ കിടത്തി എടുക്കാൻ നോക്കിയപ്പോൾ പൊന്തുന്നില്ല, ശവം പൊന്തുന്നില്ല. അപ്പോ ഹൈക്കോടതി അദ്ദേഹം കൽപ്പിച്ചു, എടുക്കാനും രണ്ട് മക്കളെയും ഒരേ സ്ഥലത്തേക്ക്. നല്ല ഭൂമി നല്ല നാട് എന്ന വിഷയത്തിൽ ടി.പി. പത്മനാഭൻ മാസ്റ്ററും ജൈവജീവിതം എന്ന വിഷയത്തിൽ കെ.ബി.ആർ. കണ്ണനും ക്ലാസ് എടുത്തു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി. മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പിലാത്തറ ഹോപ്പിൽ സ്നേഹസ്പർശം 2015 സംഘടിപ്പിച്ചു. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 120ഓളം NSS വളണ്ടിയർമാരാണ് സ്നേഹസ്പർശവുമായി ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിലെത്തിയത്. NSS വളണ്ടിയർമാർ സ്വരൂപിച്ച സാമ്പത്തിക സഹായവും വസ്ത്രങ്ങളും ചടങ്ങിന്റെ ഭാഗമായി വിതരണം ചെയ്തു. ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹനൻ ഹോപ്പിനെക്കുറിച്ചും ഹോപ്പ് നൽകി വരുന്ന സഹായങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. കുട്ടികൾക്ക് വരുന്ന മറ്റെല്ലാ അസുഖങ്ങളും ജീവഹാനി ഉണ്ടാകാനുള്ള ഏത് സാഹചര്യങ്ങൾ വന്നിരുന്നാലും ഒരു പാമ്പ് കടി ഏറ്റു പരിഹാരം മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. നിങ്ങൾക്ക് ആ കുട്ടിക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായ ട്രീറ്റ്മെന്റ് അവിടെ എത്തിച്ചേരാം. NSS പ്രോഗ്രാം ഓഫീസർ M. അനൂപ് കുമാർ, ഡോക്ടർ M. മനോഹരൻ, സ്വാതി, പ്രതാപ്, ശ്രീരാജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നവജീവൻ തങ്കയം 30ാം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം PPK പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ടുകാലമായി തൃക്കരിപ്പൂരിന്റെ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ തങ്കയം നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി പുതുക്കിപ്പണിത കെട്ടിടോദ്ഘാടനവും 30ാം വാർഷികാഘോഷവും 2016 ജനുവരി 2ാം വാരത്തിൽ നടത്തുന്നതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം ക്ലബ്ബ് ഹാളിൽ നടന്നു. PPK പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ഒരു കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്ലബിന്റെ ആരംഭം മുതൽ ഇതിൽ നിന്ന ആളുകൾ ഇപ്പോഴും വളരെ ആവേശത്തോടു കൂടി തന്നെ, അത് ആണായാലും പെണ്ണായാലും ഒക്കെ നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് മറ്റ് ക്ലബ്ബുകൾക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്കോ ഇല്ലാത്ത ഒരുപാട് മികവുകളുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ. E. ജയചന്ദ്രൻ അധ്യക്ഷനായി. K. ഭാസ്കരൻ മാസ്റ്റർ, K. തമ്പാൻ, E. രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KV വിജയൻ ചെയർമാനും E. രാജേന്ദ്രൻ ജനറൽ കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിക്ക് രൂപവും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേളോത്ത് തണൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സണും വാർഡ് കൗൺസിലർക്കും സ്വീകരണം നൽകി. കേളോത്ത് തണൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെയർപേഴ്സൺ KV ലളിതയ്ക്കും കൗൺസിലർ KK കുമാറിനും സ്വീകരണം നൽകി. തണൽ സംഘം പ്രസിഡന്റ് കൈലാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പീറ്റർ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ട്രഷറർ മനോജ് നന്ദി രേഖപ്പെടുത്തി. മുതിർന്ന സംഘാംഗങ്ങളായ നാരായണനും കുഞ്ഞിരാമനും ചെയർപേഴ്സണെയും കൗൺസിലറെയും പൊന്നാടി അണിയിച്ചു. സംഘാംഗങ്ങളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. ആലപ്പടമ്പ് മഹാത്മാ ട്രസ്റ്റ് പരിസരത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിയദർശിനി ആശുപത്രി മാനേജർ ഗോവിന്ദൻ നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെയും ആലപ്പടമ്പ നാഷണൽ യൂത്ത് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഏകദിന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ AV രാമചന്ദ്രൻ അധ്യക്ഷനായി. K. രാജീവൻ, KP ശ്രീഹരി, JN KV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. കേരള പൂരക്കളി കലാ അക്കാദമി കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവ് യൂണിറ്റ് ജനറൽ ബോഡി യോഗം ഒക്ടോബർ 4 ഞായറാഴ്ച ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. EP ബാലകൃഷ്ണൻ സെക്രട്ടറിയായും K. പവിത്രൻ പ്രസിഡന്റായും P. നാരായണൻ ട്രഷററായുമുള്ള കമ്മിറ്റി രൂപീകരിച്ചു. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. ഹർത്താൽ നിയന്ത്രണത്തിന് കേരള സർക്കാർ തീരുമാനം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. കോടതിയുടെ പുതിയ പരാമർശം ഗവൺമെന്റ് ഈ ഹർത്താൽ ആചരിക്കുമ്പോൾ 3 ദിവസം മുമ്പേ മുൻകൂടി അനുമതി വാങ്ങണം എന്നുള്ള തീരുമാനം അങ്ങേയറ്റത്തെ അപലപനീയമാണ്. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ജനങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള അവകാശം ജനാധിപത്യ ഭരണക്രമത്തിൽ ഉള്ളതാണ്. അത് നിഷേധിക്കുന്ന രീതിയിലുള്ള തികച്ചും ജനാധിപത്യത്തെ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ളതാണ് കോടതിയുടെ ഇടപെടൽ. പെട്ടെന്നുണ്ടാവുന്ന കാര്യത്തിന് പ്രതിഷേധിക്കുക എന്ന് പറയുന്ന ജനങ്ങളുടെ അവകാശം ജനാധിപത്യ അവകാശമാണ്. ഈ ഹർത്താലും മുൻകൂട്ടി അനുമതി മേടിച്ചുകൊണ്ട് മാത്രം നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നതല്ല. പെട്ടെന്നുണ്ടാവുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നാട്ടിലുണ്ടാകുന്ന വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ, ഇതിനോട് ഭരണകൂടം മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഹർത്താൽ ആചരിക്കാനും
അതുപോലെ തന്നെ പ്രതിഷേധിക്കാനുമുള്ള അവകാശം ജനങ്ങളുടെ അവകാശമാണ്. അതിനെതിരെ കോടതി കുതിര കയറുന്നത് ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് അഭിപ്രായം. ചില ഹർത്താലുകളെല്ലാം തന്നെ പെട്ടെന്ന് നടത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പെട്ടെന്ന് നമുക്ക് പ്രതികരിക്കേണ്ട ഒരു ഇതുണ്ടാവും. അപ്പോൾ 3 ദിവസം മുമ്പേ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ശരിയായിട്ട് വരുന്ന കാര്യമല്ല. പ്രതികരിക്കേണ്ട സമയത്താണ് നമ്മൾ പ്രതികരിക്കുന്നത്, അല്ലാതെ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. ചില സംഘടനകളെല്ലാം നടത്തുന്നത് ചില പണിമുടക്കെല്ലാം ഇപ്പോൾ തന്നെ നമുക്കറിയുന്നതാണ്. CIT പോലെയുള്ളവരെല്ലാം ചില സംഘടനകൾ പണിമുടക്ക് ആഗോളതലത്തിൽ നടത്തുമ്പോൾ അത് ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ 1 മാസം മുമ്പേ തന്നെ വിവരം കൊടുക്കുന്നതുണ്ട്. എന്നാൽ അന്നേരം പ്രതികരിക്കേണ്ടത് അന്നേരം തന്നെ ഹർത്താൽ നടത്തി പ്രതികരിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ഉത്തരവിനെ സംബന്ധിച്ചിട്ട് പറയാൻ ഇത് ജനങ്ങൾക്ക് അത് ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നില്ല എന്ന് അത് സംബന്ധിച്ച് പറയാൻ. പെട്ടെന്ന് ആളുകൾ പ്രതികരിക്കുന്ന ഒരു ഇതാണ് ഹർത്താൽ. അത് ഒരു കാരണവശാലും ഹർത്താൽ നിരോധിക്കുന്നതിനോട് നമുക്ക് യോജിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ മുൻകൂട്ടി നോട്ടീസ് കൊടുത്തിട്ട് പറയുന്നതിനോടും യോജിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം എന്ന നിലയിൽ അതിൽ ജനം പെട്ടെന്ന് പ്രതികരിക്കും, അല്ലെങ്കിൽ മറ്റേ ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കും. അതുകൊണ്ട് ഹർത്താൽ നിർത്തുന്നതിനോട് അല്ലെങ്കിൽ മുൻകൂട്ടി ആഭ്യന്തരമന്ത്രി പറഞ്ഞ പോലെ 3 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ട് ഹർത്താൽ ചെയ്യാവൂ എന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ വേണ്ടി കഴിയില്ല. AVDS My Sweet Home, മാത്തിൽ പയ്യന്നൂർ. അറിയിപ്പുകൾ. തളിപ്പറമ്പ് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന്റെ കീഴിൽ ഓലയമ്പാടിയിൽ പ്രവർത്തിച്ചു വരുന്ന ടാപ്പേഴ്സ് സ്കിൽ ഡെവലപ്മെന്റ് സ്കൂളിൽ പുതിയ ബാച്ച് ഒക്ടോബർ 6 ആരംഭിക്കുന്നു. 30 ദിവസത്തെ സൗജന്യ പരിശീലനമാണ് നൽകുന്നത്. വിശദവിവരങ്ങൾക്ക് 9446238980 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഡെമോക്രാറ്റിക് ഹിന്ദു പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഏകതാ സന്ദേശ വാഹന പ്രചരണ ജാഥയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 6 ചൊവ്വാഴ്ച പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തെങ്ങിനുള്ള വളത്തിന് അപേക്ഷ സമർപ്പിച്ച കർഷകർക്കുള്ള പെർമിറ്റും വളം വിതരണവും വാർഡ് 9, 10 ഒക്ടോബർ 6 നടക്കും. അർഹരായ കർഷകർ നികുതി രസീതിന്റെ കോപ്പിയുമായി കുഞ്ഞിമംഗലം കൃഷിഭവനിൽ ഹാജരാകുക. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സി ജനാർദ്ദനൻ 1ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും ഒക്ടോബർ 10 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ചേംബർ ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗെയിൽ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ചെറുത്തുനിൽപ്പ് വിജയത്തിലേക്ക്. ഭൂമിക്ക് കൃത്യമായ വില മേടിച്ചു നൽകാമെന്ന് ഗെയിൽ ഉന്നതാധികാരികൾ. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഈസ്റ്റ് വെള്ളേരി പഞ്ചായത്ത് സെക്രട്ടറിയെ ബന്ദിയാക്കി. സംഭവത്തെ തുടർന്ന് പാർട്ടി പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. ചെറുവത്തൂർ വിജയ ബാങ്ക് കൊള്ളയടിച്ചത് 7 പേർ ചേർന്ന്. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു. ഏഴോം പട്ടുവം നിവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിയുന്നു. കോട്ടക്കൽ പട്ടുവം കടവ് പാലം നിർമ്മാണം ഡിസംബർ മാസത്തോടെ പൂർത്തിയാകും. ഡിവൈഎഫ്ഐ കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച യുവതി ശില്പശാല ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വെങ്ങര ചെമ്പല്ലിക്കുണ്ട് റോഡ് ചെളിക്കുളമായി. യാത്രക്കാർ ദുരിതത്തിൽ. കരിവള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഉറൂബ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.